കുഞ്ചു ഊക്കൻ തറവാട്ടിലെത്തിയിട്ട് ഇന്ന് 11 വർഷം കഴിഞ്ഞു. ഇതിനിടയിൽ നിരവധി വേദന നിറഞ്ഞ അനുഭവങ്ങളും സന്തോഷവും ഉണ്ടായിട്ടുണ്ട്. ജീവിതമെന്നാൽ ഇങ്ങനെ സുഖദുഃഖ സമ്മിശ്രമാണല്ലോ എന്ന് അതിൽ വല്ലവരും സഹതപിച്ചുകൊണ്ട് ചെന്നാൽ കുഞ്ചു പറഞ്ഞു കൊടുക്കും. പിന്നെ സഹതാപക്കാരെ അവിടെ എങ്ങും കാണില്ല. മാത്രമല്ല, എന്തിൻ്റെയെങ്കിലും പേരിലുള്ള ഈ വലിയ സഹതാപം കാണിക്കലും ഊക്കൻ കുഞ്ചുവിന് ഇഷ്ടമില്ല. ഒരു കൊമ്പ്, അതും വലത്തെ കൊമ്പ് തന്നെ, ഒരു വാഹന അപകടത്തിൽ നഷ്ടമായതാണ്. ഓ, അതൊക്കെ ഓർക്കുന്നത് തന്നെ വേദനയാണ്. എൻ്റെ വിധി എന്നല്ലാതെ മറ്റെന്ത് പറയാൻ. അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. തലയിലെഴുത്തെന്നല്ലാതെ സമാധാനിക്കുവാൻ മറ്റൊരു വഴിയുമില്ല. പിന്നെ എല്ലാം തികച്ച് ദൈവം തരില്ലല്ലോ. ഈ പ്രായത്തിൽ ഇത്രയും ഗ്ലാമർ വന്നപ്പോൾ അയാൾക്കും അസൂയ തോന്നിയിരിക്കണം. ഒരു തട്ട്, അത്ര തന്നെ. അതൊരു ടൂറിസ്റ്റ് വണ്ടിയായിരുന്നു. ഏതോ ബാറിലൊക്കെ കയറി ഡ്രൈവർ അല്പം മിനുങ്ങിയിട്ടുമുണ്ടായിരുന്നു. കഷ്ടകാലമെന്നല്ലാതെ മറ്റെന്തു പറയാൻ. ഞങ്ങളപ്പോൾ കൊരട്ടിയിലെത്തിയിരുന്നു. പിന്നിൽ എന്തോ വന്ന് ശക്തിയായി മുട്ടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും ഓർമ്മയില്ല. നീണ്ട മയക്കത്തിനൊടുവിൽ വേദനയോടെ കണ്ണുകൾ തുറക്കുമ്പോൾ ചുറ്റിലും ധാരാളം പേർ. എന്താണ് സംഭവിച്ചത്? ഞാൻ എവിടെയാണ്? ഷിബുച്ചേട്ടൻ എവിടെ? ബെന്നിച്ചായനെ ഒരു നോക്ക് കാണുവാൻ എൻ്റെ ഹൃദയം തുടിച്ചു. എന്തോ കാര്യമായി സംഭവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും പേർ ഇങ്ങനെ കൂടി നിൽക്കില്ലല്ലോ. എന്നിട്ടും ആദ്യം ഒന്നും പറഞ്ഞു തന്നില്ല. വെള്ളം തരാനും പിടിച്ചെഴുന്നേൽപ്പിക്കാനും പലരും ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ കൊമ്പുകൾ കുത്തി ഒന്ന് സ്വയം നിവരാൻ ഞാൻ ശ്രമിച്ചതാണ്. ഈശ്വര, എൻ്റെ കൊമ്പ്, എൻ്റെ വലത്തെ കൊമ്പ് എവിടെ? അപ്പോഴത് തൊട്ടു മുന്നിൽ വർഗീസ് മുതലാളിയും ബെന്നിച്ചനും ജോസച്ചനും. ബെന്നിച്ചൻ്റെ കയ്യിൽ രക്തം പുരണ്ട എൻ്റെ കൊമ്പ്. അന്ന് മുതൽ വലത്തെ കൊമ്പില്ലാത്ത ജീവിതം. ഓഹ്, ഞാനതങ്ങ് പിന്നീട് മറന്നു. പിന്നല്ലാതെ അതൊക്കെ ഓർത്ത് ദുഃഖിച്ച് നടന്നാൽ പിന്നെ അതിനല്ലേ നേരം ഉണ്ടാവും. എന്നാൽ എന്നേക്കാളും വേദന മുതലാളിക്കും മക്കൾക്കും ഉണ്ടായി. അങ്ങനെയാണ് എനിക്കവർ പുതിയ പ്ലാസ്റ്റിക്കിലെ കൊമ്പ് വെച്ച് തന്നത്. ഇതാ ഇപ്പോൾ നോക്ക്, ഈ കൊമ്പ് കണ്ടാൽ ഒറിജിനൽ അല്ലെന്ന് ഞാൻ പറയാതെ നിങ്ങൾ അറിയുമോ? പുറത്തു പോകുമ്പോൾ ഞാൻ ഇവനെ എടുത്ത് ഫിറ്റ് ചെയ്യും. നിങ്ങളിൽ ചിലർ കഷണ്ടി മറയ്ക്കാൻ വിഗ് വാങ്ങി ഫിറ്റ് ചെയ്യും പോലെ. അങ്ങനെ നിങ്ങൾക്കെന്നെ പട്ടിണിക്കിടാമെന്നൊന്നും വിചാരം വേണ്ട. സമയത്തിന് ആഹാരം തന്നില്ലേ ഞാൻ വന്ന് ചോദിച്ചു വാങ്ങിക്കും. തരുന്നത് വരെ ഇങ്ങനെ നിൽക്കും. ഇതല്ലേ ഇവൻ്റെ മട്ട്. ഇതാണ് കുഞ്ചു. ഇങ്ങനെ ആഹാരം വിളിച്ചു വാങ്ങി കഴിക്കുന്ന എത്ര കൊമ്പന്മാരുണ്ട്. ശരിക്കും വിശന്നിട്ടൊന്നും അല്ല ഇത്. ഇടയ്ക്കിടെ ഇവൻ അമ്മച്ചിയെ ഒന്ന് കാണണം. സുഖവിവരങ്ങൾ ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ അറിയണം. അതിനായിട്ടുള്ള ചില നമ്പറുകളാണിത്. അമ്മച്ചിക്കും ഇതറിയാം. അതുകൊണ്ട് അടുക്കളയിൽ എപ്പോഴും ഒരു കുല പഴം അങ്ങനെ ഒഴിയാതെ നിൽക്കും. എപ്പോഴാണ് കുഞ്ചുവിൻ്റെ സുഖാന്വേഷണ വരവെന്നറിയില്ലല്ലോ. സാധനമില്ലെങ്കിൽ പുള്ളി പിണങ്ങത്തില്ലയോ? ആഹാരം കൊടുക്കുമ്പോൾ ആ തുമ്പിക്കൈ കൊണ്ട് ഒരു ചെറിയ തോണ്ടൽ കൂടിയുണ്ട് ആശാൻ്റെ വക. അത് സുന്ദരിമാരാണെങ്കിൽ മസ്റ്റ്. എന്നാൽ മണ്ടികൾ അതൊട്ടറിയുകയുമില്ല. ഈ കുമാരൻ്റെ ചെറിയ ചെറിയ നമ്പറുകളാണിതെല്ലാം. അതിൻ്റെ സ്വഭാവം വളരെ ലവബിളാണത്. മനുഷ്യരായിട്ട് വളരെ ഇണക്കമുള്ള വീട്ടിലുള്ള എല്ലാവർക്കും, അതിനെ കൊച്ചു കുട്ടികൾക്ക് പോലും അതിന് അടുത്ത് പെരുമാറാനും അതിനെ തീറ്റ കൊടുക്കാനും ഒക്കെ വളരെ താല്പര്യമായിട്ട് ചെയ്തിരുന്നു. പിന്നെ എല്ലാ ഉത്സവങ്ങൾക്കും പള്ളികളിലെ
ആഘോഷങ്ങൾക്കൊക്കെ ആനേനെ ഫ്രീ ആയിട്ടും ക്യാഷിനും പോകാറുണ്ട്.